എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കാൻ സൂപ്പർ ടിപ്സ്. എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് നോക്കാം. നമ്മൾ പലരെയും കണ്ടിട്ടില്ലേ? എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും അവരെപ്പോഴും ഒരു ഇല്ലായ്മയുടെ വക്കിലാണ്. അതില്ല, ഇതില്ല, അല്ലെങ്കിൽ അവർക്കില്ലാത്ത എന്തോ അതാണ് കൂടുതൽ കാണിക്കുക. അതിന് പറയുന്നതാണ് സ്കാസിറ്റി മൈൻഡ് സെറ്റ്. നേരെ മറിച്ച് ചില ആളുകളുണ്ട്, അവർക്ക് കിട്ടുന്നത് വളരെ കുറച്ചായിരിക്കും, പക്ഷെ അവർ ഇനിയും നേടാനും അതുപോലെ ഏത് വെല്ലുവിളികളും നേരിടാനും ഉള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. അവരൊരിക്കലും പരാതിപ്പെടുകയില്ല. അത്തരം മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ, അഥവാ വളർച്ചാ മനോഭാവം കാണിക്കുന്നവർ എന്ന് പറയാം. ഈ വളർച്ചാ മനോഭാവം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? സോ നമുക്ക് ഇതിനൊരു കമ്പാരിറ്റീവ് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേഴ്സ് സ്കാസിറ്റി മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ബിലീവ്സ് എബിലിറ്റീസ് ക്യാൻ ഇംപ്രൂവ് വിത്ത് എഫേർട്ട്. എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് എൻ്റെ കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾ കരുതുന്നു. എന്നാൽ അതേസമയം സ്കാസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആൾ എന്താണ് കരുതുന്നത്? ബിലീവ്സ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സക്സസ് ആർ ലിമിറ്റഡ്. അങ്ങനെയാണ് സ്കാസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആള് കരുതുന്നത്. ഇനി ഗ്രോത്ത് മൈൻഡ് സെറ്റ് ചലഞ്ചിനെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുന്നു. അതേസമയം ഈ സ്കാസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആള് എപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ ഈ ചലഞ്ചസ് എല്ലാം അവോയ്ഡ് ചെയ്യാം ഡ്യൂ ടു ഫിയർ ഓഫ് ഫെയിലിയർ. തോറ്റു പോകുമോ എന്ന ഭയം കൊണ്ട് വെല്ലുവിളികളെ നേരിടാൻ വിഷമിക്കുകയാണ് സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആള്. പക്ഷെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആള് ജീവിതം നയിക്കുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്ക് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ദേ ഓൾവേസ് സെലിബ്രേറ്റ് അതേഴ്സ് സക്സസ്. ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില വേർഡ്സ് ഉണ്ട്, ഐ ഗീവ് അപ്പ്. ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾ എന്താ പറയും? ലെറ്റ് മീ ട്രൈ ഇൻ അനദർ വേ. ഓക്കെ. ചില ആളുകൾ പറയും ലൈക്ക് ഐ ക്യാൻ ഇംപ്രൂവ് വിത്ത് മൈ പ്രാക്ടീസ്, ഹാൻഡ് റൈറ്റിംഗ് ശരിയാക്കാൻ. പക്ഷെ അതേസമയം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണ് എന്ന് കരുതി അവിടെ ആ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെ വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾ എപ്പോഴും മേക്ക് ടുഡേ ഗ്രേറ്റ് എന്നുള്ളൊരു തോട്ടിലൂടെയാണ് ദിവസം തുടങ്ങുന്നത്. പക്ഷെ സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആൾ ഇന്നത്തെ ദിവസം തുടങ്ങിയാൽ എങ്ങനെയാകും എന്ന് ചിന്തിച്ച് ഡൗട്ടോട് കൂടിയിട്ടാണ് അയാളുടെ ദിവസം തുടങ്ങുന്നത്. ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഗ്രോത്ത് മൈൻഡ് സെറ്റും സ്കാർസിറ്റി മൈൻഡ് സെറ്റും എന്താണെന്ന്. അതുപോലെ തന്നെ സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആൾ മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് വിറ്റ്നസ് ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു ത്രെറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്ക് എന്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ വിജയത്തിൽ ഈ ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റുള്ള ആൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിലോ ഫോക്കസസ് ഓൺ പോസിബിലിറ്റീസ് ആൻഡ് സൊല്യൂഷൻ. എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് അയാൾക്ക് നേരത്തെ കൂട്ടി അറിയാം. പക്ഷേ സ്കാർസിറ്റി മൈൻഡ് സെറ്റുള്ള ആൾ ഓൾവേസ് ഫോക്കസ് ഓൺ ലിമിറ്റേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. അയാളുടെ മുമ്പിൽ എപ്പോഴും പ്രോബ്ലംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾ എപ്പോഴും ദേ ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്ക് ആൻഡ് ദേ വിൽ സീ ഐ ക്യാൻ ഇംപ്രൂവ്. പക്ഷേ അതേസമയം സ്കാർസിറ്റി മൈൻഡ് സെറ്റുള്ള ആൾ എപ്പോഴും ദേ ഫിയേഴ്സ് മേക്കിംഗ് മിസ്റ്റേക്സ് ആൻഡ് ദേ തിങ്സ് ഐ കാൺ ഡു ദിസ്. ഇതായിരിക്കും അവരുടെ മൈൻഡിലുണ്ടാവുക. ഇനി നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളോ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ പുതിയ ചലഞ്ചസുകളെ എംബ്രേസ് ചെയ്യുന്നുണ്ടോ, വെൽക്കം ചെയ്യുന്നുണ്ടോ? ആൻഡ് ഇഫ് സംബഡി ക്രിട്ടിസൈസ് യു, ആർ യു ലേണിംഗ് ഫ്രം ദ ഫീഡ്ബാക്ക്? ബീങ് പേഴ്സിസ്റ്റൻറ്റ് ഡ്യൂറിങ് സെറ്റ് ബാക്സ്. എത്ര ചലഞ്ച് വന്നാലും പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? കണ്ടിന്യൂസ്ലി ആർ യു ഡെവലപ്പിംഗ് യുവർ സ്കിൽസ്? ബിലീവിങ് എഫേർട്ട് ലീഡ്സ് ടു ഇംപ്രൂവ്മെൻറ്റ്. ഇങ്ങനെയുള്ള സൈനുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ഇനി ചില ആളുകളുണ്ട്, ഏത് സമയം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ഉം. അങ്ങനെയുള്ള ആളുകൾ അതേസമയം ഫീലിംഗ് അതേഴ്സ് ലൈക്ക് അവർക്കൊരു ചലഞ്ചാണ്, വെല്ലുവിളിയാണെന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ തന്നെ ദർ ഇസ് നോട്ട് എനഫ് മണി, സക്സസ് ശരിയല്ല, അല്ലെങ്കിൽ അവർക്ക് വിജയമില്ല, അവർക്ക് സന്തോഷമില്ല, എപ്പോഴും അവർക്ക് അതേ പറയാനുണ്ടാവുള്ളൂ. ചില ആളുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് എത്ര പൈസ ഉണ്ടെങ്കിൽ കൂടി അവർ പൈസ ഇങ്ങനെ അടക്കി 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 വെക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ പറയും അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയും. അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു എന്താ പറയുക, ഫേക്കിംഗ് മാസ്ക് ഇട്ട പോലെയാണ്. അത് സ്കാർസിറ്റി മൈൻഡ് സെറ്റാണ്, എപ്പോഴും പൈസ ഇല്ല എന്ന് പറയുന്നത്. ദേ ഹാവ് ഫിയർ ഓഫ് ടേക്കിംഗ് റിസ്ക്.
അതുപോലെ തന്നെ മെയിനായിട്ട് അവർക്ക് ജലസി ഉണ്ടാവും ഓൺ അതേഴ്സ് അച്ചീവ്മെൻറ്റ്സ്. ഫോക്കസിങ് ഓൺ വാട്ട് ഈസ് മിസ്സിങ് റാദർ ദാൻ വാട്ട് ഈസ് അവൈലബിൾ. ഇതൊക്കെയാണ് സ്കാർസിറ്റി മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഏതെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ വിഷമിക്കണ്ട, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും സ്കാർസിറ്റി മൈൻഡ് സെറ്റിനെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക്. അതൊരു സൂപ്പർ കാര്യമല്ലേ. അപ്പോൾ നമുക്കിനി ടിപ്സിലേക്ക് പോകാം. സോ വാട്ട് ഈസ് നീഡഡ് ടു ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ് ഫ്രം സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ടു ഗ്രോത്ത് മൈൻഡ് സെറ്റ്? എപ്പോഴും ഇല്ലായ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ എങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും? എവറി മിനിറ്റ് ഇസ് എ ചാൻസ് ടു ചേഞ്ച് യുവർ സെൽഫ്. നമ്മൾ ചേഞ്ച് ആയാൽ നമ്മുടെ ലോകം തന്നെ ചേഞ്ചായി അല്ലേ? സോ എങ്ങനെ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് മാറാം? ടിപ്സ് നോക്കാം. ഒന്നാമത്തെ ടിപ്പ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. നമുക്കുള്ള കാര്യങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട്, താങ്ക്സ് കൊണ്ട് ഓർക്കാം, നന്ദിപൂർവ്വം ഓർക്കാം. റീപ്ലേസ് ഐ കാൺ വിത്ത് ഐ ക്യാൻ ലേൺ. എനിക്കത് പറ്റില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് പറ്റും, ഐ ക്യാൻ ഡൂ ദിസ്, ഐ ക്യാൻ ലേൺ എന്ന് സ്വയം പറയാം. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ വിജയങ്ങളെ സന്തോഷത്തോടു കൂടി കാണാം. വിജയങ്ങൾ ചെറുതാവട്ടെ, വളരെ സന്തോഷത്തോടു കൂടി കാണാം. ആൻഡ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ ജേർണി വിത്ത് അതേഴ്സ്. ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മറ്റൊരാളുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യരുത്. വ്യൂ മിസ്റ്റേക്സ് ആസ് ലെസൺസ്. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ സ്വയം ചിലപ്പോൾ മിസ്റ്റേക്കിൽ പെട്ടിട്ടുണ്ടാവും, അങ്ങനെയല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ചില മിസ്റ്റേക്സുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. സോ ടേക്ക് ഇറ്റ് ആസ് എ ലെസൺ. അതൊരു നെഗറ്റീവ് ഇമോഷൻസിലേക്ക് നമ്മളെ കടത്തിവിടാനുള്ള ഒരു പാത്തായിട്ട് കരുതാണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ലെസൺ. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് പീപ്പിൾ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ കുറേ സ്വാധീനിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും പരാതി പറയുകയും സ്കാർസിറ്റി മൈൻഡ് സെറ്റുള്ള ആളുകളും ആണെങ്കിൽ നമ്മളും പതിയെ ആ വഴിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരം ആളുകളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് പീപ്പിൾ. അപ്പോൾ വളർച്ചാ മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് മനസ്സിലായല്ലോ. സോ യുവർ പൊട്ടൻഷ്യൽ ഗ്രോസ് വെൻ യുവർ മൈൻഡ് സെറ്റ് ഗ്രോസ്. നമ്മുടെ പൊട്ടൻഷ്യൽ, ട്രൂ പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. സോ ഹൗ ഇറ്റ് ഗ്രോസ് വെൻ യുവർ മൈൻഡ് സെറ്റ് ഗ്രോസ്. നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ലൈഫിലുണ്ടായ ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഏത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കായാലും ഏത് മനുഷ്യനായാലും എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ടൈം. ടൈം ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് എ മാൻ ക്യാൻ സ്പെൻഡ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ സമയം നോക്കി നമ്മൾ പ്രവർത്തിക്കുക. സമയം നോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലോക്കിൽ സമയം നോക്കി പ്രവർത്തിക്കുക എന്നല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ടൈമൊന്നും നോക്കണ്ട, ഇപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യാം. നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുടെ മണി ഗ്രോത്ത്, നിങ്ങളുടെ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാം. യു ക്യാൻ ഡൂ ദിസ് എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള പുവർ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വേഗം ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് എവ്രി വൺ നീഡ്സ് ഗ്രോത്ത്. എല്ലാവർക്കും ഗ്രോ ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഗ്രോ ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. സോ ഡോണ്ട് തിങ്ക് ഹീ ക്യാൻ ഡു ഓർ ഷീ ക്യാൻ ഡു ഓർ ദേ ക്യാൻ ഡു. യു ക്യാൻ ഓൾസോ ഡു എവറിത്തിങ് ആൻഡ് യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു വാണ്ട് ഇൻ ലൈഫ്. സോ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളായിട്ട് എപ്പോഴും ഇരിക്കട്ടെ. ഈ സൂപ്പർ ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ചിത.